നമസ്കാരം. കേരള ജോഗ്രഫിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകളെ പറ്റിയും തടാകങ്ങളെ പറ്റിയുമാണ്. നമുക്കറിയാം, കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്ന ചോദ്യത്തിന് ഉത്തരം ഏതായിരിക്കും? കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്? കേരളമാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്ന് ചോദിച്ചാൽ കേരളമാണ് അതിനുത്തരം. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? 34 കായലുകളാണ്. എന്നാൽ ഈ 34 കായലുകളിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയമായിരിക്കും. ഉൾനാടൻ ജലാശയങ്ങളാണ് 7. ബാക്കി 27 സമുദ്രവുമായി ചേരുന്നവയാണ്. ഇതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം ഏതാ? നമുക്കറിയാം, വേമ്പനാട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ? പെരിയാറാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലാണ്. ഇതിൻ്റെ വേമ്പനാട് കായലിൻ്റെ ഏരിയ 205 ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? 205 ചതുരശ്ര കിലോമീറ്ററാണ്. നമ്മൾ നദിയൊക്കെയാണ് നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നത്. പെരിയാറിൻ്റെ നീളം നമ്മൾ പറഞ്ഞു. പക്ഷേ കായലുകൾ നീളത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കായലുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ എത്ര ഏരിയ ഉണ്ടെന്ന്, എത്ര വിസ്തൃതി ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 205 ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? 205 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാ? അഷ്ടമുടി കായലാണ്. ഏത് കായലാണ്? അഷ്ടമുടി കായൽ 61.4 ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? 61.4 ചതുരശ്ര കിലോമീറ്റർ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്? വേമ്പനാട് കായലാണ്. ഏരിയ എത്രയാ? 205 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാ? അഷ്ടമുടി കായൽ. ഏരിയ എത്രയാ? 61.4 ചതുരശ്ര കിലോമീറ്റർ. അടുത്തത്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏത്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയുണ്ട്, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലുമുണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപ്പള കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉപ്പള കായലാണ്. ഉപ്പള കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ അതും ചോദിക്കാം, ഉപ്പള കായൽ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാ? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളി കായലാണ്. ഏത് കായലാ? വേളി കായൽ, വേളി തടാകം. അപ്പോൾ കേരളത്തിന് വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പള കായലും, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളി കായലുമാണ്. വേളി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കേ അറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ ജില്ല? തിരുവനന്തപുരമാണ്. അപ്പോൾ വേളി കായൽ സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏത് തടാകമാണ്? പൂക്കോട്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? പൂക്കോടാണ്. പൂക്കോട് ഏത് ജില്ലയിലായിരിക്കും? വയനാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ചെറിയ തടാകം, കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാ? പൂക്കോട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം, വെറ്റ്ലൻഡ് തണ്ണീർത്തടം. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട് കായലാണ് ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം? വേമ്പനാട് കായലാണ് ഉത്തരം. ഇനി നമുക്ക് നോക്കിയേക്കാം. കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങൾ 7 ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഉൾനാടൻ ജലാശയങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കൗവായി. ഏതാണ്? കൗവായി. ഒന്ന് കൗവായി. രണ്ടാമത്തെ അകലപ്പുഴ. ഒന്ന് കൗവായി, അകലപ്പുഴ. അടുത്തത് മുരിയാട്. ഏതാണ്? മുരിയാട്. അടുത്തത് യനമക്കൽ, മനക്കൊടി. അടുത്തത് കൊടുങ്ങല്ലൂർ,
കൊടുങ്ങല്ലൂർ, വരാപ്പുഴ. അടുത്തത് ശാസ്താംകോട്ട. അടുത്തത് വെള്ളായണി. അപ്പോൾ കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ 7 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി 27 സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ 7 ജലാശയങ്ങൾ ഏതാണെന്ന് നോക്കാം. ഒന്ന് കൗവായി, അകലപ്പുഴ, മുരിയാട്, എനമക്കൽ, മനക്കുടി, കൊടുങ്ങല്ലൂർ, വരാപ്പുഴ, ശാസ്താംകോട്ട, വെള്ളായണി. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കായലുകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കാം. ജില്ല തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെ? ഒന്നാമത്തെ ഏതാ? വെള്ളായണി. വെള്ളായണി കായൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്തത് ആക്കുളം. വേളിക്കായൽ. ഏതാണ്? വേളിക്കായൽ. അഞ്ചുതെങ്ങ് കായൽ. ഏതാ? അഞ്ചുതെങ്ങ് കായൽ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കായലുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? വെള്ളായണി കായലുണ്ട്, ആക്കുളം കായലുണ്ട്, വേളിക്കായലുണ്ട്, അഞ്ചുതെങ്ങ് കായലുണ്ട്. നമ്മൾ പറഞ്ഞു വെള്ളായണി കായലിനൊരു പ്രത്യേകതയുണ്ട്. തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ്. കേരളത്തിന് തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണെന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഉത്തരം പറയണം? വെള്ളായണി. ഏതാണ്? വെള്ളായണി. അടുത്തത് തെക്കേ അറ്റത്തുള്ള തടാകം ഏത്? കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? വേളിക്കായൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തെക്കേറ്റത്തുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളിക്കായലും, തെക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളായണി കായലുമാണ്. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാ? വടക്കേ അറ്റം പൂക്കോടാണ്. അപ്പോൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പൂക്കോട് തടാകവും. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളായണി ലേക്കുമാണ്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെ? ഒന്നാമത്തത് ശാസ്താംകോട്ട കായൽ. ഏതാണ്? ശാസ്താംകോട്ട കായൽ. രണ്ടാമത്തത് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണ് പഠിച്ചത്? വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലുത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഏത്? അഷ്ടമുടി കായൽ. അടുത്തത് പരവൂർ കായൽ. ഏതാണ്? പറവൂരല്ല, പരവൂർ കായൽ. അപ്പോൾ ശാസ്താംകോട്ട തടാകം, അഷ്ടമുടി കായൽ, പരവൂർ കായൽ തുടങ്ങിയവയൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശാസ്താംകോട്ട കായൽ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഏരിയ 3.7 ചതുരശ്ര കിലോമീറ്റർ ആണ്. ശാസ്താംകോട്ട കായലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3.7 ചതുരശ്ര കിലോമീറ്റർ ആണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്ന പേരുണ്ട്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വീൻ ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്, അല്ലെങ്കിൽ ശാസ്താംകോട്ട തടാകമാണ്. ഇത് എഫ് ഷേപ്പിൽ കാണപ്പെടുന്നു. ഏത് ഷേപ്പിലാ? എഫ് ഷേപ്പ്. അപ്പോൾ എഫ് ഷേപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. ഏത് കായല? ശാസ്താംകോട്ട കായൽ. ഇത് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വർഷമാ? 2002 റംസാർ പട്ടികയെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു കായലാണ് ഏത്? ശാസ്താംകോട്ട തടാകം. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട കായലുകൾ. ആലപ്പുഴ ജില്ലയിൽ വരുന്നത് ഒന്ന് വേമ്പനാട് കായൽ വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഏത് വരുന്നുണ്ട്? വേമ്പനാട് കായൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കായംകുളം കായലും വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കായലുകളാണ് ആലപ്പുഴ ജില്ലയിൽ. ഏതൊക്കെ? വേമ്പനാട് കായലുണ്ട്, കായംകുളം കായലുമുണ്ട്. അടുത്തത് കോട്ടയം ജില്ലയിൽ പ്രധാനമായും വരുന്ന കായലാണ് ഏത്? വേമ്പനാട് കായൽ. കോട്ടയം ജില്ലയിൽ പ്രധാനമായും വരുന്ന കായലാണ് ഏത്? വേമ്പനാട് കായൽ. അടുത്തത് എറണാകുളം
എറണാകുളം ജില്ലയിൽ പ്രധാനമായും വരുന്നത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലാണ് എറണാകുളം ജില്ലയിൽ വരുന്നത്. പിന്നെ ഉള്ളത് പറവൂർ കായൽ. പരവൂർ അല്ല, പറവൂർ. ഏതാണ്? പറവൂർ. പറവൂർ കായൽ, കൊച്ചി കായൽ. അടുത്തത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെ? എനമക്കൽ. ഏതാണ്? എനമക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ. എനമക്കൽ, മുരിയാട്, കൊടുങ്ങല്ലൂർ, ചേറ്റുവ. കൊടുങ്ങല്ലൂർ നമുക്ക് ഓർത്തിരിക്കാം, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ കായൽ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിൽ. എനമക്കലുണ്ട്, മുരിയാടുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്, ചേറ്റുവ കായൽ. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതെല്ലാം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കായൽ ഏതാണ്? പൊന്നാനി കായൽ. ഏതാണ്? പൊന്നാനി കായൽ. പൊന്നാനിയിൽ വെച്ച് ഏതാണ് നമ്മുടെ ഭാരതപ്പുഴ അറബിക്കടലൊക്കെ ചേരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കായലാണ് ഇത്? പൊന്നാനി കായൽ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലുണ്ട് ബി എം കായൽ. ബി എം തടാകം. ഇതെവിടെയാണ്? മലപ്പുറം ജില്ലയിൽ പൊന്നാനിക്കടുത്താണ്. പൊന്നാനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കായൽ ഏതൊക്കെയാ? മാനാഞ്ചിറ കായൽ. ഏതാണ്? മാനാഞ്ചിറ കായൽ. അടുത്തത് ബേപ്പൂർ കായൽ. ഏതൊക്കെയാണ്? മാനാഞ്ചിറ കായലും ബേപ്പൂർ കായലും. അടുത്ത വയനാട് ജില്ല. വയനാട് ജില്ലയിൽ വരുന്ന പ്രധാനപ്പെട്ട കായൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തടാകം പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? പൂക്കോട് തടാകം. അതിനെ കുറിച്ച് ഇനിയൊന്നും പറയാനില്ല. വയനാട് ജില്ലയിൽ പൂക്കോട് തടാകം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞു? വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണെന്ന് പറഞ്ഞു. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അടുത്തത് കേരളത്തിൻ്റെ നോർത്ത് വടക്കേ അറ്റത്തുള്ള ഫ്രഷ് വാട്ടർ ശുദ്ധജല തടാകമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് ഏത്? പൂക്കോട് തടാകം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കായലുകൾ. കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെയാ? കൗവായി കായൽ, വളപട്ടണം കായൽ. അപ്പോൾ ഏതൊക്കെയാണ്? കൗവായി കായലും വളപട്ടണം കായലും. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാ? ഉപ്പള കായൽ. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് ഉപ്പള കായൽ. വടക്കേ അറ്റത്തുള്ള, കേരളത്തിന് വടക്കേ അറ്റത്തുള്ള തടാകമാണ് ഏത്? ഉപ്പള കായൽ അല്ലെങ്കിൽ ഉപ്പള തടാകം. കേരളത്തിന് വടക്കേ അറ്റത്തുള്ള കായൽ അല്ലെങ്കിൽ തടാകമാണ് ഏത്? ഉപ്പള കായൽ. അടുത്തത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങളെ പറ്റിയാണ്. കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകം. ഒന്നാമത്തത് വെള്ളായണി കായൽ. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത പഠിച്ചു കഴിഞ്ഞു. വെള്ളായണി കായൽ ഏത് ജില്ലയിലാ? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏത് ജില്ലയാ? തിരുവനന്തപുരം ജില്ല. അടുത്തത് ശാസ്താംകോട്ട കായൽ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട കായൽ എവിടെയാ? കൊല്ലം ജില്ല. അടുത്തത് വരാപ്പുഴ. വരാപ്പുഴ എവിടെയാ? എറണാകുളം. വരാപ്പുഴ എറണാകുളം. അടുത്തത് എനമക്കൽ എവിടെയാ? തൃശ്ശൂർ ജില്ല. എനമക്കൽ എവിടെയാ? തൃശ്ശൂർ ജില്ല. അടുത്ത മുരിയാട് ഏത് ജില്ലയിലാ? തൃശ്ശൂർ ജില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അടുത്തത് അകലപ്പുഴ, കോഴിക്കോട്. എവിടെയാണ്? അകലപ്പുഴ എവിടെയാ? കോഴിക്കോട്. അടുത്തത് പൂക്കോട്. കൂടുതലൊന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് പൂക്കോട്? ഏത് ജില്ലയിലാ? വയനാട് ജില്ലയിൽ. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏത് തന്നെയാണ്? ശാസ്താംകോട്ട. ഇനി കൂടുതലൊന്നും പറയാനില്ല, പഠിച്ചു. ഇത് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട. അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഉത്തരം? പൂക്കോട്. അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. അതും പറഞ്ഞു കഴിഞ്ഞു. ഏത് തന്നെ? പൂക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം.
നല്ല കാര്യമാണ്. ഏത്? മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മാനാഞ്ചിറ തടാകം. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിർമ്മിച്ചിരിക്കപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? മാനാഞ്ചിറ തടാകം. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളായണി. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാ? പൂക്കോട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട്. ഇനി നമുക്ക് വേമ്പനാട് കായലിനെ പറ്റി പഠിക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നും അതിൻ്റെ ഏരിയ എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം ഏത് തന്നെയാണ്? വേമ്പനാട് കായലാണ്. ഇപ്പോൾ നമ്മൾ വേമ്പനാട് കായലിനെ പറ്റി ഒന്ന് പഠിക്കാം. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? 205 ചതുരശ്ര കിലോമീറ്റർ. 205 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു, ഏറ്റവും നീളമേറിയതുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലുമാണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായലും ഏത് തന്നെയാണ്? വേമ്പനാട് കായലാണ്. ഏതൊക്കെ ജില്ലയിലുണ്ട് വേമ്പനാട് കായൽ? ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്, ആലപ്പുഴ ജില്ലയിലുണ്ട്. ഈ 3 ജില്ലകളിലായിട്ടും പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു? ഇത് വ്യാപിച്ചു കിടക്കുകയാണ്. ഇനി നമ്മുടെ കുട്ടനാട് നമുക്കറിയാം. കുട്ടനാട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പേരേതാണ്? പുന്നമടക്കായൽ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പുന്നമടക്കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പുന്നമടക്കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധമുള്ള, നവോത്ഥാനത്തിൽ പഠിക്കുന്നതാണ് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധമുള്ള കൊച്ചി കായൽ ഏതാണ്? വേമ്പനാട് കായലുമായിട്ട് ബന്ധമുള്ളതാണ്. ഏതാണ്? കൊച്ചി കായൽ. ആരുമായിട്ട് ബന്ധമുള്ളതാ? പണ്ഡിറ്റ് കറുപ്പൻ. ഇത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേമ്പനാട് കായൽ തന്നെയാണ്. അടുത്തത് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നു. അപ്പോൾ കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്ന കായൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? വേമ്പനാട് കായലാണ്. ഏരിയ 205, ഏറ്റവും വലുത്, നീളമേറിയത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കൊച്ചി കായൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടനാട്ടിൽ പുന്നമട കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. വീരൻപുഴ എന്ന് എവിടെ അറിയപ്പെട്ടിരുന്നു? കൊച്ചിയിൽ. അടുത്തത് വേമ്പനാട് കായലിൽ ധാരാളം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഏറ്റവും കൂടുതൽ ധാരാളം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെ? ഏത് കായലിൽ? വേമ്പനാട് കായലിൽ. ഏതൊക്കെയാണ്? ഒന്ന്, പാതിരാമണൽ. ദ്വീപുകളൊക്കെ നമുക്കറിയാവുന്നതായിരിക്കും. പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി. ഇതെല്ലാം നമ്മൾ കേട്ടുള്ളതാണ്. അപ്പോൾ പാതിരാമണൽ ദ്വീപ്, പെരുമ്പളം ദ്വീപ്, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി തുടങ്ങിയ ദ്വീപുകൾ ഏത് കായലിലെ സ്ഥിതി ചെയ്യുന്നത്? ഏത് കായലിലുള്ള സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വേമ്പനാട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വൈപ്പിൻ ദ്വീപിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? വൈപ്പിൻ ദ്വീപാണ്. അടുത്തത് പ്രകൃതിദത്തം. അതായത് ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ പാതിരാമണൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ പാതിരാമണൽ. ഈ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? വേലുത്തമ്പിദളവ. അപ്പോൾ പാതിരാമണൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ്. അതുപോലെ തന്നെ ഇത് കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയും കൂടിയാണ് ആര്? വേലുത്തമ്പി ദളവ. ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ഏതാപ്പോ? വെല്ലിംഗ്ടൺ. നമ്മൾ പറഞ്ഞത് പ്രകൃതിദത്ത ദ്വീപാണ് ഇത് പാതിരാമണൽ പ്രകൃതിദത്തം. ആ പേര് കണക്ട് ചെയ്താൽ മതി. അടുത്തത് കൃത്രിമ ദ്വീപ്. നമ്മൾ സ്വമേധയാ ഉണ്ടാക്കിയെടുത്തത് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്.
വെല്ലിംഗ്ടൺ ദ്വീപ് എങ്ങനെ ഉണ്ടായത്? നമ്മുടെ കൊച്ചി കായലിന് കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടുന്നതിന് വേണ്ടി അവിടുത്തെ മണ്ണെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിച്ചു. അങ്ങനെ ഈ മണ്ണെല്ലാം കൊണ്ട് നിക്ഷേപിച്ച് അവിടെ എന്തായി പോയി? ഒരു ദ്വീപ് പോലെ രൂപപ്പെട്ടു. ആ ദ്വീപാണ് ഏത്? വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് നമ്മുടെ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത്. സദേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്, വെല്ലിംഗ്ടണിലാണ്. അടുത്തത്, ഇവിടെ പതിക്കുന്ന വേമ്പനാട് കായലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെ? ഒന്ന് മൂവാറ്റുപുഴ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലകളിൽ കൂടെ ഒഴുകുന്ന നദി മൂവാറ്റുപുഴ നദി. മീനച്ചിൽ, കോട്ടയം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? മീനച്ചിൽ. അരുന്ധതി റോയുടെ ബുക്കുകളിലൊക്കെ പ്രതിപാദിക്കുന്ന നദിയാണ് ഏത്? മീനച്ചിൽ. അടുത്തത് പമ്പ നദി, പമ്പ. അടുത്തത് പെരിയാർ. പെരിയാറിന്റെ പതനസ്ഥാനം എവിടെയാ? കൊച്ചിയിലെ, എറണാകുളം ജില്ലയിലെ വേമ്പനാട് കായലില്. അടുത്തത് അച്ചൻകോവിൽ നദി, അച്ചൻകോവിൽ. അടുത്തത് മണിമലയാർ. ഏതാണ്? മണിമലയാർ. അടുത്തത് അഷ്ടമുടിക്കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ പറഞ്ഞു, വേമ്പനാട് കായൽ. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് ഏത്? അഷ്ടമുടി കായൽ. രണ്ടാം സ്ഥാനം. ഏരിയയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 61.4 ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ്? 61.4 ചതുരശ്ര കിലോമീറ്റർ. ഈ അഷ്ടമുടി കായൽ ഒരു പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാ? ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള. കായലുകളിലേക്കുള്ള കവാടം, ബാക്ക് വാട്ടർ, കേരളത്തിന്റെ ബാക്ക് വാട്ടറുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏത് കായലാ? അഷ്ടമുടി കായൽ. ഇവിടെ ഏത് നദിയാ പതിക്കുന്നേ? അഷ്ടമുടി കായലിൽ പതിക്കുന്ന നദി ഏതാ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, PSCക്ക് ചോദിച്ചിട്ടുമുണ്ട്. ഏതാണ്? കല്ലട നദി. അപ്പൊ അഷ്ടമുടി കായലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കല്ലട നദിയാണ്, കല്ലട നദി. ഇനി പനയുടെ ആകൃതിയിൽ, പാമ്പിന്റെ ആകൃതിയിൽ, പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. എഫ് ഷേപ്പിൽ കാണപ്പെടുന്ന കായൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതേതാണ്? പനയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ്. ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് അറിയത്തില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സീ പ്ലെയിൻ ഒക്കെ വന്നപ്പോൾ. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് സീ പ്ലെയിൻ സർവീസ്, നമ്മുടെ കായലിലൊക്കെ ഇറക്കിയിട്ട് പറക്കുന്ന പരിപാടി, പ്ലെയിൻ സർവീസ്, അത് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഡീപ്പസ്റ്റ് എസ്റ്റുറി, ഏറ്റവും ആഴം കൂടിയ തടാകമാണ്. അതുപോലെ തന്നെ ഈ അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകളുണ്ട്. അഷ്ടമുടി കായലില് ചെതറിക്കിടക്കുന്ന 8 ചെറിയ ദ്വീപുകളുണ്ട്. അത് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മൺട്രോ തുരുത്ത്. കേണൽ മൺട്രോയുടെ പേരിലാണ്. അപ്പോൾ ഏതാണ്? മൺട്രോ തുരുത്ത്. അഷ്ടമുടി കായലില് ഇങ്ങനെ ചെറിയ 8 ദ്വീപുകൾ, ചെതറിക്കിടക്കുന്ന 8 ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് ഏത്? മൺട്രോ തുരുത്ത്. ഇത് പതിക്കുന്നത് ഏത്? നമ്മുടെ അഷ്ടമുടി കായൽ പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചത് ഏതാ? നീണ്ടകര അഴി. എവിടെയാണ്? നീണ്ടകര അഴി. ഏതാണ്? നീണ്ടകര അഴി. അതായത് കായലുകൾ കടലുമായി ചേരുന്ന, അല്ലെങ്കിൽ പുഴയോ കായലോ ഇതൊക്കെ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴി എന്ന് പറയുന്നത്. ഏതാണ്? അഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കായലിനെയും കടലിനെയും, കായലിനെയോ പുഴയെയോ കടലുമായി വേർതിരിക്കുന്ന ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ ഒരു മണൽത്തിട്ട്, പ്രകൃതിദത്തമായിരിക്കും അല്ലാതെ ആയിരിക്കാം, കടലിനെ കായലുമായിട്ടോ പുഴയുമായിട്ടോ വേർതിരിക്കുന്ന ഒരു മണൽത്തിട്ട്. അങ്ങനെ ഒരു മണൽത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? പൊഴി എന്ന് പറയും. പൊഴി. ഇതേതാണ്? അഴിയാണ്. കായല് കടലുമായി ചേരുന്ന ഭാഗം അഴി. അപ്പൊ എവിടെയാണ്? നീണ്ടകര അഴിയില്. 2002 റംസാർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റംസാർ സൈഡിലുള്ള ഇത് ഏതൊക്കെയാണ്? വേമ്പനാട് കായലുണ്ട്, പിന്നെ ഏത്? അഷ്ടമുടി കായലും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 8 ജൂലൈ 1988. 8 ജൂലൈ 1988 കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു അപകടമായിരുന്നു ഏത്?
ഇപ്പോഴും ഉണ്ട്. ഏതാണ്? ഇപ്പോഴും അവിടെ പോയാൽ അവിടുത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ കഥയെ പറയാൻ കാണുള്ളൂ. ഏതാണ്? പെരുമൺ തീവണ്ടി അപകടം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി അപകടമായിരുന്ന പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 8 ജൂലൈ 1988 സംഭവിച്ചത്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചത് കേരളത്തിലെ തടാകങ്ങളെയും കായലുകളെയും പറ്റിയുള്ള ചെറിയൊരു ക്ലാസ് ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കായലുകളും തടാകങ്ങളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ശരിക്കും കാണാതെ പഠിക്കാൻ നോക്കുക, ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ നോക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം.